സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക്. ദീപാരാധന കഴിഞ്ഞ സമയമാണ്. ദീപാരാധനയ്ക്ക് ശേഷം ഇപ്പോൾ ധാരാളം ഭക്തർ ഇവിടെയുണ്ട് ദർശനത്തിനായിട്ടുള്ളത്. ദീപാരാധന നമുക്കറിയാം ആ തിരക്ക് എത്രത്തോളമാണ് എന്നുള്ളത്. അതിനുശേഷം ദർശനത്തിനായിട്ടാണ് ഈ ആളുകൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ജയലക്ഷ്മി, നമുക്കറിയാം നല്ല ചൂടാണല്ലേ, നല്ല ചൂടാണ് ഇവിടെ. അതിൻ്റെ ഇടയിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആകുമ്പോൾ ചൂട് കൂടും. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വെള്ളം നൽകുന്ന ഒരു അമ്മയെ ഇവിടെ കണ്ടിട്ടുണ്ട്. അമ്മേ, വെള്ളം നൽകുന്ന സേവാ സമിതിയുടെയാണ്. പുട്ടപർത്തിയിലും ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് ഞാൻ. അതല്ലാതെ കേരളത്തിൽ പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്, കൊട്ടിയൂർ, കേട്ടിട്ടുണ്ടോ? അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ്. അവിടെ ലേഡീസിന് ആർക്കും ഡ്യൂട്ടി ഇല്ല, പക്ഷേ എനിക്ക് വർഷങ്ങളായി ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. പിന്നെ കാർഡിയോളജിയിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. 34 ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ ഇവിടെ ആറ്റുകാല് പൊങ്കാല ഇടുന്നുണ്ടോ? പൊങ്കാലോ എല്ലാ വർഷവും ഇടാറുണ്ട്. എൻ്റെ പേര് ഉഷ. സ്ഥലം എവിടെയാ? വടകര. ഞാൻ കോഴിക്കോട് നിന്നാണ്. എല്ലാ വർഷവും വരാറുണ്ട്. ശരി. ഇതൊക്കെ ഭക്തന്മാർക്ക് ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ശരി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിൽ ഒരു ആത്മസംതൃപ്തിയുണ്ട്. ശരി. അങ്ങനെ വരുന്ന ഭക്തർക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം നൽകാനും ഒക്കെ നിരവധി പേര് ഇവിടെ. തീർച്ചയായിട്ടും അവർ പറയുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ആത്മനിർവൃതി, അത് എടുത്തു പറയേണ്ടതാണ് സന്ധ്യ. കാരണം അങ്ങേയറ്റം സന്തോഷവും ശാന്തിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ആളുകൾ എല്ലാവരും ഈ ആറ്റുകാൽ ദേവീ ക്ഷേത്ര സന്നിധിയിലേക്ക് വരുന്നത്. സന്ധ്യ, നമുക്കിപ്പോൾ ചുറ്റും നമുക്ക് പിന്നിൽ കാണുന്നത് വർണ്ണാലങ്കാരമായിട്ടുള്ള ഒരു ക്ഷേത്ര സന്നിധിയാണ്. ഇവിടുത്തെ ഈ നിറദീപങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രമാത്രം ഭംഗി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ആളുകൾ എല്ലാവരും അങ്ങേയറ്റം പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഒത്തൊരുമിച്ച് നിന്ന് പൊങ്കാലയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഒരൊറ്റ ദിവസം കൂടി മാത്രമേ ഉള്ളൂ പൊങ്കാലയ്ക്ക്. അതിന്റെ ഒരുക്കങ്ങൾ എല്ലായിടത്തും ഈ തിരുവനന്തപുരത്ത് 10 കിലോമീറ്റർ ചുറ്റളവിൽ ആറ്റുകാൽ പൊങ്കാലയുടെ കച്ചവടങ്ങൾ, ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കിഴക്കേക്കോട്ടയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഗോകുൽനാഥ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കിഴക്കേക്കോട്ടയിലെ കാര്യം നമുക്കറിയാം, വലിയ രീതിയിൽ കച്ചവടങ്ങളൊക്കെ പൊടിക്കുകയാണ്. മൺകലങ്ങൾ വിൽക്കാനും ഒക്കെയുള്ള അങ്ങനെ വിൽപ്പനകളൊക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ്? തിരക്കുണ്ടോ അവിടെ? സന്ധ്യ, വലിയ അത്ഭുതപൂർവമായ തിരക്കാണ് കിഴക്കേക്കോട്ടയിലുള്ളത്. ഈ ഒരു വീതിയുടെ അങ്ങേയറ്റം വരെ വലിയ തിരക്കുണ്ട്. നമുക്കിപ്പോൾ 2 വ്യക്തിത്വങ്ങളെ കൂടെ പരിചയപ്പെടാം. കാരണം കൊല്ലങ്കോട്ട് നിന്ന് കാലാകാലങ്ങളായി ഇവിടെ കച്ചവടത്തിനായി എത്തുന്ന ഷീലാമ്മയും അതേപോലെ തന്നെ ഭർത്താവുമാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. അമ്മ, എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്? ഞങ്ങൾ 18 വർഷം കൊണ്ട് ഇവിടെ വരാ. വിശ്വാസം നല്ല വിശ്വാസമാണ്. അമ്മയുടെ ഉള്ള ഭക്തിയോടെ ഞങ്ങളെ ജയിച്ചു കൊണ്ടുവന്നേ പോകുന്നത്. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ വന്നിട്ടുണ്ട്. കലം അങ്ങനെയുള്ള എണ്ണം ഇല്ല. ഡിംബോ കണക്കിനാണ് ഞങ്ങൾ കൊണ്ടുവരണത്. ഡിംബോ കണക്കിന് കൊണ്ടുവരാണ്. കൊണ്ടുവന്നാൽ അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കലം കൊണ്ടുവന്ന് വിൽക്കാൻ കലം ഇല്ല, തീർന്നു പോയി. ഞങ്ങൾ കൊല്ലങ്കോട്, ഊരമ്പ് കൊല്ലങ്കോടാണ്. കച്ചേരിയുടെ സ്വന്തമാ ഞങ്ങൾ പണി ചെയ്ത് കൊണ്ടുവരാണ്. വീട്ടിലുണ്ടാക്കിയ കലങ്ങളാണ്. വീട്ടിൽ സ്വന്തമാ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ ഉണ്ടാക്കി തന്നെ ഞങ്ങൾ സ്വന്തമാ കൊണ്ടുവരണം. 10 പൈസ നമുക്ക് അതിൽ പോയാലും കുറ്റം. ഇടാൻ അവസരം കിട്ടാറുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ഇടും. പൊങ്കാല കലം വിൽക്കുന്നിടത്ത് തന്നെ ഞങ്ങൾ പൊങ്കാല ഇട്ടിട്ട് പോകും. അതിലൊരു മാറ്റവും ഇല്ല. സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ പോണത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷം തന്നെ അമ്മ തരുന്നത്. അതുകൊണ്ട് എൽക്കാലം തന്നെ ഞങ്ങളെ ഉയിര് പോകാൻ ജീവൻ ഇരിക്കുന്ന കാലം വരെ ഞങ്ങൾ കഴിവുണ്ട സാമർഥ്യത്തോടെ ഞങ്ങൾ ഇവിടെ വന്ന് കലം വിറ്റ് പൊങ്കാല ഇട്ടിട്ട് തന്നെ പോകും. അങ്ങനെയും ആളുകളുണ്ട്. എല്ലാവരും ഈ പുറത്തുനിന്ന് വരുന്നവരും ഒക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ എത്ര അമ്മമാരല്ലേ, പറ്റുന്നിടത്തോളം കാലം അവർക്ക് വരാനാണ് സന്തോഷം. എത്ര നാള് വരാമോ അത്രയും നാള് വരണം എന്നുള്ളതാണ്. സന്ധ്യ, നമ്മൾ ഇവിടെ കാണുന്ന ഓരോ ആളുകൾക്കും പറയാനുള്ളത് അതാണ്. വർഷങ്ങളുടെ കണക്കൊണ്ട് പറയാൻ ഈ പറഞ്ഞ് കേട്ട് ഒരുപാട് ആളുകൾ വീണ്ടും വരുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ഗ്യാങ് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഗ്യാങ് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. അടുത്ത വർഷം ഇനിയും വരണം. 5 കലത്തിലും 6 കലത്തിലും 101 കലത്തിൽ വരെ പൊങ്കാലയിടുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മളെയും അത്ഭുതപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ പലരോടും പ്രതികരണം തേടുമ്പോൾ ആരും തിരുവനന്തപുരത്തുള്ളവരല്ല, കൂടുതൽ പേരും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ ഉള്ളവരാണ്. അവരൊക്കെ ഇങ്ങനെ ഒഴുകി എത്തുകയാണ് ക്ഷേത്രത്തിലേക്ക്. ഇന്ന് 7ാം ദിവസമാണ് ഉത്സവത്തിന്റെ. 9ാം ദിവസമായ മറ്റന്നാളാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. അനവധി ഭക്തലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ തിരക്കിൽ നിന്ന് ഒന്ന് മാറി അപ്പുറത്തേക്ക് നിന്നതാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും വലിയ ക്യൂ ആണ്. ദേവിയുടെ പക്ഷേ അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സത്യം. കാരണം ഇത്രയധികം തിരക്ക്
തിരക്കുണ്ടാകുമ്പോഴും അതിനെ കൃത്യമായ ക്രമീകരണങ്ങളോടുകൂടി നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വരിവരിയായി അവരെ കൃത്യമായി കടത്തിവിട്ടുകൊണ്ട് കൃത്യമായി എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്ന ഒരു ക്രമീകരണമാണ് ഇവിടെ ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും ഒരു കയ്യടി അർഹിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇത്രയേറെ ആളുകളാണ്, ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ദിവസങ്ങൾക്ക് മുൻപേ അവരെത്തുന്നു. അപ്പം നഗരത്തിലെ ക്രമീകരണങ്ങൾ, സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ മികച്ച ഒരു ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഉത്സവം തുടങ്ങുമ്പോൾ തന്നെ തിരുവനന്തപുരം മൊത്തത്തിൽ ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷമാകുമെന്നതാണ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. ഇപ്പോഴേ തന്നെ ഇഷ്ടികയൊക്കെ കൊണ്ടുവച്ച് പൊങ്കാല അർപ്പിക്കാൻ സ്ഥലം പിടിച്ച് പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദേവിയുടെ ചിത്രങ്ങളൊക്കെ വെച്ച് പലയിടത്തും പൂജകൾ നടത്തുന്നുണ്ട്. അവിടെ അന്നദാനം അടക്കമുള്ളത് കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, ധാരാളം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ അനന്തപുരിയിലേക്ക് വരുന്ന ഒരാളും ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ അലയില്ല. അല്ലെങ്കിൽ അവര് നമ്മൾ അങ്ങേയറ്റം സന്തോഷത്തോടെ, അങ്ങേയറ്റം വലിയ രീതിയിലാണ് അവരെ നമ്മൾ സ്വീകരിക്കുന്നത്. എല്ലാം കൊടുത്ത് നിറവോടെ ആയിരിക്കും അവർ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് മടങ്ങുക. എന്തായാലും ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ സദ്യ പൊങ്കാലയ്ക്കായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യവും, ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വരാൻ കഴിയാതെ പോയ നിരവധി ഭക്തജനങ്ങളുണ്ടാവും, പൊങ്കാല അർപ്പിക്കാൻ കഴിയാതെ പോയ അമ്മമാരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സമഗ്ര കവറേജുമായി മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിലുള്ളത്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പൊങ്കാല ദിവസവും മാതൃഭൂമി ന്യൂസിന്റെ സമഗ്ര കവറേജ് ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്, അല്ലേ ജയലക്ഷ്മി? തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും അനന്തപുരിയുടെ ഈ യാഗശാലയാകുന്ന കാഴ്ചകളടക്കം കാണാൻ സാധിക്കും. എന്തായാലും സന്ധ്യ ക്ഷേത്ര സന്നിധിയിൽ ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ്. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എന്തായാലും ഈ കാഴ്ചകൾ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ, കൂടുതൽ കാഴ്ചകൾ വരും മണിക്കൂറുകളിലും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.